നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ അനുവർത്തിക്കാൻ സാധിക്കുന്നത് വഴിയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നത് വഴിയും വളരെ ആശ്വാസവും സമാധാനവും ഉണ്ടാകും. ഇതിന് തക്കവണ്ണം കഴിഞ്ഞ ഒരു വർഷമായി ജോലിക്ക് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ജോലി മാറ്റത്തിന് ശ്രമിക്കുന്നു. ജൂലൈ മാസത്തിൽ അതിനനുസരിച്ച ഒരു തസ്തികയോട് ബന്ധപ്പെട്ട ജോലി വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. കഴിഞ്ഞ വർഷം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നഷ്ടകഷ്ടങ്ങളെല്ലാം വന്നു ചേർന്നിരുന്നു. ഉദ്ധരിക്കുവാനായിട്ട് സ്വല്പം പണം കടം വാങ്ങിയിരുന്നു. ഇനി കഴിഞ്ഞ ഒരു മാസമായിട്ട്, കഴിഞ്ഞ ജൂൺ മാസത്തിലും അല്ലെങ്കിൽ മെയ് മാസത്തിലൊക്കെ ചെറിയ രീതിയിൽ അന്വേഷണങ്ങളും അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ ഉദ്ധരിച്ച് ഒരു വരുമാന മാർഗമുണ്ടാക്കാം എന്ന ധാരണയോടുകൂടി തന്നെ വിറ്റുവരവുള്ള വിഭാഗം വിപുലീകരിക്കാൻ തക്കവണ്ണം പലരുടെയും നിർദ്ദേശങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായവും ഇതിനുപോലും ബലകമായി തീരും. എന്നിരുന്നാൽ പോലും ഇങ്ങനൊരു ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ കടം വാങ്ങിയതായിട്ടുള്ള സംഖ്യയെല്ലാം തിരിച്ചു കൊടുക്കാം എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പുതിയ ഭരണ സംവിധാനം, പ്രചരണ രീതികൾ അവലംബിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷ രണ്ടാമത് എഴുതിയതിൽ ഉദ്ദേശിച്ച പോലെ തന്നെ വിജയശതമാനം ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ തൃപ്തിയായിട്ടുള്ള വിദ്യാലയത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവിചാരിതമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം ലക്ഷ്യപ്രാപ്തി നേടുന്നതുവഴി അനുമോദനങ്ങൾ വന്നു ചേരും. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗമുണ്ട്. മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ തക്കവണ്ണം വിശേഷപ്പെട്ട ആരാധനാലയ ദർശനം നടത്തുവാൻ അവസരം വന്നു ചേരും. പ്രവർത്തന മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ മേലധികാരികൾ അവധിയിലായതിനായിരിക്കാം അദ്ദേഹത്തിൻ്റെ ചുമതലകളെ ഏറ്റെടുത്തും കൊണ്ടും കീഴ് ജീവനക്കാർക്ക് കൃത്യമായുള്ള നിർദ്ദേശം നൽകിയും കൊണ്ടും ഉടമസ്ഥരുദ്ദേശിക്കുന്ന തരത്തിൽ പ്രവർത്തന തലങ്ങളെ ഉദ്ധരിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആചാരാനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതിനാൽ സാംക്രമിക രോഗങ്ങളെയും പകർച്ചവ്യാധിയെയും ഒരു പരിധിവരെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടവരും. അധ്വാനത്തിന് പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നത് വഴി ഈ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാൻ ഇടവരും. വ്യക്തി പ്രഭാവത്താൽ ദുഷ്കീർത്തികളെ അതിജീവിക്കാൻ സാധിക്കും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധ്യത കാണുന്നു. ഗുരുകാരണവന്മാർ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിക്കുവാനും അതിലെ നല്ല അംശങ്ങളെല്ലാം സ്വീകരിച്ചും കൊണ്ട് ഉദ്ധരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. നീതിപൂർവമായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. പുരോഗതിയില്ലാത്ത ഗൃഹം വിൽപ്പന ചെയ്ത് ഭൂമി വാങ്ങി വാസ്തുശാസ്ത്രപ്രകാരം ഗൃഹം നിർമ്മിക്കാൻ തീരുമാനിക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരമുണ്ടാകും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ചിങ്ങമാസത്തിൽ ഓണക്കാലത്തിനോടനുബന്ധമായി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കും. ഉന്നത വിദ്യാഭ്യാസം പൂർത്തീകരിച്ചവർക്ക് ഉദ്ദേശിച്ച തസ്തികയോട് ബന്ധപ്പെട്ട് തൃപ്തിയായിട്ടുള്ള പഠനത്തിൽ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. മത്സരരംഗങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മ പദ്ധതിയിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പക്ഷഭേദമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചും കൊണ്ട് തൊഴിൽ മേഖലകൾക്ക് പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാനിടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയവും അംഗീകാരവും അല്ലെങ്കിൽ സ്വീകാര്യതയും വന്നു ചേരുന്നത് വഴി ഒരു പക്ഷേ പൊതുജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ
അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്ഥാപിത താൽപ്പര്യം മനസ്സിലാക്കിക്കൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് എല്ലാ പ്രകാരത്തിലും ഗുണകരമായി തീരും. കഫ നീർദോഷ രോഗപീഠകളൊക്കെ യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിക്കും. ഉത്തേജന ഔഷധങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ ഉപേക്ഷിച്ചിരുന്നു. പിന്നീട് പ്രകൃതി ഭക്ഷണ രീതികളൊക്കെ അനുവർത്തിച്ചിരുന്നു. എന്നാൽ ഇനിയും ആരോഗ്യം തൃപ്തികരമല്ലാത്തതുകൊണ്ട് ചിലർക്ക് ആദ്യ പുതിയതായിട്ടുള്ള ചികിത്സാ രീതികൾ അവലംബിക്കുവാനും മറ്റു ചിലർക്ക് പ്രകൃതി ഭക്ഷണ രീതികൾ അനുവർത്തിക്കുവാനും അത് തുടക്കം കുറിക്കുവാനും അതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഇടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിക്ക് ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. അനാവശ്യമായിട്ടുള്ള ആദ്യമെല്ലാം ഒഴിവാക്കി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സ്ഥലകാലബോധമില്ലാതെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനിടവരും. വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നതും അങ്ങനെയുള്ളൊരു കോഴ്സിന് ചേരുന്നതൊക്കെ തന്നെ നന്നായിരിക്കും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും. പൊതുവെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ ഒരു മാസം തന്നെ പല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കുവാനും ഇനി ഒരു വർഷത്തേക്ക് എല്ലാ പ്രകാരത്തിലും ഗുണകരമാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി ആത്മാഭിമാനത്തിനും അതിലുപരി പല കാര്യങ്ങളെ പറ്റിയിട്ടും പഠിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് വളരെ ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജനമധ്യത്തിൽ പരിഗണന ലഭിക്കുന്നത് വഴി പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായി സഹകരിക്കും. സമ്മാന പദ്ധതികളിലും നറുക്കെടുപ്പിലും ഇൻ്റർവ്യൂവിലും കൃത്യമായിട്ടുള്ള രീതിയിൽ അനുകൂലമാകും വിധത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. കൂട്ടുകെട്ടുകൾ പലതും വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും ഉന്നത പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. 2024 തുടങ്ങി വെച്ചതായിട്ടുള്ള കർമ്മ പദ്ധതികളിൽ നിന്നും ജൂലൈ മാസം മുതൽ വരുമാന മാർഗത്തിന് യോഗമുണ്ട് എന്നത് വളരെ ആശ്വാസമേകുന്ന ഘടകം തന്നെയാണ്. ഇനി ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഒരു പരിണത ഫലം ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരു പക്ഷേ കടം വാങ്ങിയതായിട്ടുള്ള സംഖ്യ ഏറെക്കുറെ കൊടുത്തു തീർക്കാൻ പോലും സാധിക്കുന്നതുമാണ്. നിലവിലുള്ള ഗൃഹം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതൽ സൗകര്യമുള്ള ഗൃഹം വാങ്ങിക്കുവാൻ തീരുമാനിക്കും. ഗൃഹസമുച്ചയത്തിലെ അതായത് ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഒരു വീടാണ് വാങ്ങിക്കുന്നത് എങ്കിൽ വാസ്തുശാസ്ത്രപ്രകാരമുള്ള ഗൃഹം വാങ്ങിക്കുവാനുള്ള തയ്യാറെടുപ്പിനും വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം മനസ്സിലുദ്ദേശിക്കുന്നതായിരിക്കില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ മേലധികാരി ഏൽപ്പിച്ചതായ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഇതര ഭാഷാ പഠനത്തിന് അതായത് വികസിത രാഷ്ട്രത്തിലെ ഭാഷാ പഠനത്തിന് വേണ്ടി തയ്യാറാകുവാനും ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ വിദേശത്ത് ജോലിക്കും സ്ഥിരതാമസമാക്കുവാൻ തക്കവണ്ണം അതിന് തയ്യാറെടുക്കുവാൻ ഇടയുണ്ട്. വസ്തുതകൾക്ക് നിരക്കാത്ത പ്രവൃത്തികളിൽ നിന്നും പിന്മാറുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുന്നത് വഴി 1-2 ദിവസം ഗൃഹത്തിലിരുന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സ്വന്തം കാര്യങ്ങൾ നീക്കിവെച്ച് ബന്ധുമിത്രാദികളോടൊപ്പം
വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാൻ അവസരമുണ്ടാകുന്നത് വഴി ഉന്നതരെ പരിചയപ്പെടുക തീർത്തും അവിചാരിതമായിട്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഈ ഉന്നതർ അനുവർത്തിച്ചു വരുന്ന തൊഴിൽ മേഖലയുടെ ഭരണ സംവിധാനം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് സ്വന്തം സ്ഥാപനത്തിൽ അവലംബിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നടക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. പക്ഷെ അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വികസിത രാഷ്ട്രത്തിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന പലരും അന്തിമമായിട്ട് റിട്ടയർമെൻറ്റ് എന്ന നിലയിൽ ജന്മനാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കുവാനും നാട്ടിൽ ഒരു വീട് വാങ്ങിക്കാൻ അന്വേഷണം ആരംഭിക്കുവാനും ഇടയുണ്ട്. ബന്ധുമിത്രാദികൾ വരുന്നവരും മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനോ പങ്കെടുക്കുവാനോ സാധ്യതയുണ്ട്. തീരുമാനിച്ച കാര്യങ്ങളിൽ വ്യതിചലനമൊന്നും ഇല്ലാതെ തന്നെ എല്ലാം ലക്ഷ്യപ്രാപ്തി നിർവഹിക്കാൻ സാധിക്കും. ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ശരണം പ്രാപിച്ചു വരുന്നവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുമെങ്കിൽ പോലും തൊഴിൽ മേഖലയുടെ സമ്മർദ്ദത്തിന് യാതൊരു കുറവും ജൂലൈ മാസത്തിൽ ഉണ്ടാവുകയില്ല. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ക്ഷമയോടുകൂടിയും ആത്മവിശ്വാസത്തോടുകൂടിയും ജീവിതത്തെ നയിക്കാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ജോലി രാജിവെച്ച് ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലോ എന്ന തോന്നലുകളും ഉണ്ടാകും. എന്നാൽ അതിൻ്റെ കാര്യകാരണങ്ങളെയും അതിൻ്റെ സാധ്യതകളെയും വിലയിരുത്തിക്കൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചും കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ തീരുമാനം സ്വീകരിക്കാൻ നന്നാവുക. നിരവധി കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിട വരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിട വരും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കുന്നത് വഴി കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കും. ഓണാഘോഷം വിപുലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കായിക മത്സര രംഗങ്ങളുടെ ഒരു നടത്തിപ്പിനൊരു നേതൃത്വ സ്ഥാനം വഹിക്കാൻ അവസരം വന്നു ചേരും. അതിൻ്റെ ഒരു പ്രവർത്തന ശൈലി ഈ ഒരു മാസം തന്നെ തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. ചിരകാല അഭിലാഷപ്രാപ്തിയായ വിദേശ പര്യടനത്തിന് അവസരം വന്നു ചേരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ ഉന്നത വിജയം കൈവരുവാനും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനും ഇടയുണ്ട്. ഇതാണ് തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.